ഹലോ വെൽക്കം യു ആൾ ടു എൻട്രി ആപ്പ്. ഐ ആം കാവ്യ. അപ്പൊ എങ്ങനെ പോണു? പഠിത്തമൊക്കെ നല്ല രീതിയിൽ പോകുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSC സോഷ്യൽ സയൻസുമായി റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻട്രിയുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്തുള്ള വീഡിയോനുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പൊ എങ്ങനെയാ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. വെങ്കലയുഗ സംസ്കാരത്തിൽ ഡാഷ് ഉൾപ്പെടുന്നു. സിന്ധു നദീതട നാഗരികത അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. ബി മെസപ്പൊട്ടേമിയയിലെ ടൈഗ്രസ് യൂഫ്രട്ടസ് നാഗരികത. ഓപ്ഷൻ സി നൈൽ വാലി നാഗരികത. ഓപ്ഷൻ ഡി ഹ്വാങ് ഹു അല്ലെങ്കിൽ മഞ്ഞ നദി നാഗരികത. ഓപ്ഷൻ ഇ ഇവയെല്ലാം. അപ്പൊ ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഇ ഇവയെല്ലാമാണ് അല്ലെ. വെങ്കലയുഗ സംസ്കാരത്തില് ഇവയെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഉൾപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യം, ഇനി പറയുന്ന ഏത് നാഗരികതയാണ് വെങ്കലയുഗത്തിന്റെ ഭാഗം അല്ലാത്തത്? സിന്ധു നദീതട സംസ്കാരം, മെസപ്പൊട്ടാമിയൻ നാഗരികത, ഈജിപ്ഷ്യൻ നാഗരികത, ഗ്രീക്ക് ക്ലാസിക്കൽ നാഗരികത. ഇനി പറയുന്ന ഏത് നാഗരികതയാണ് വെങ്കലയുഗത്തിന്റെ ഭാഗം അല്ലാത്തത്? അപ്പൊ നമുക്കറിയാം, ഇൻഡസ് വാലി സിവിലൈസേഷൻ, മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ, അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് എല്ലാം തന്നെ എന്താണ്? ബ്രോൺസ് സിവിലൈസേഷന്റെ ഭാഗമായി തന്നെ വരുന്നതാണ് അല്ലെ. എന്താണ് ഈ ഒരു ബ്രോൺസ് സിവിലൈസേഷൻ അല്ലെങ്കിൽ വെങ്കലയുഗം എന്ന് പറയുന്നത്? ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പീരീഡില് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ടൂൾസ് അല്ലെങ്കിൽ വെപ്പൺസ് എന്ന് പറയുന്നത് കൂടുതലും എങ്ങനെയായിരുന്നു? ബ്രോൺസ് ബേസ്ഡ് ആയിരുന്നു അല്ലെ. അങ്ങനെ തന്നെയാണ് നമുക്ക് എന്ത് പേര് ലഭിച്ചത്? ബ്രോൺസ് ഏജ് എന്നുള്ള പേര് ലഭിച്ചത്. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനിലേക്ക് നോക്കുന്ന സമയത്ത് ഇപ്പോൾ അത് പാകിസ്ഥാൻ അതുപോലെ നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലാണ് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ. മാത്രമല്ല ബ്രോൺസ് ഏജ് സിവിലൈസേഷന്റെ തന്നെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ലൊക്കേഷൻസുമാണ് ഇവ. ഇനി നമ്മൾ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനിലേക്ക് പോവുകയാണെങ്കിൽ അത് ടൈഗ്രസ് യൂഫ്രട്ടസ് റിവേഴ്സിന്റെ ആണ്, അതിന്റെ ഒരു ഇൻ ബിറ്റ്വീനിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണെങ്കിൽ നൈൽ നദിയുടെ തീരത്താണ് അല്ലെ. അപ്പൊ ഇതെന്താണ്? ഇതിൽ ഉൾപ്പെടാത്ത ഇനി പറയുന്ന ഏത് നാഗരികതയാണ് വെങ്കലയുഗത്തിന്റെ ഭാഗം അല്ലാത്തത്? ഏതാണ്? ഗ്രീക്ക് ക്ലാസിക്കൽ നാഗരികതയാണ് വരുന്നത് അല്ലെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സിന്ധു നദീതട സംസ്കാരം പ്രാഥമികമായി അറിയപ്പെടുന്നത് ഇനി പറയുന്ന ഏത് സവിശേഷതകളാലാണ്? പിരമിഡുകൾ, ഓപ്ഷൻ ബി സിഗുറാറ്റ്സ്, ഓപ്ഷൻ സി നഗര ആസൂത്രണവും ഡ്രെയിനേജ് സിസ്റ്റവും, കുതിരകളെ വളർത്തൽ. ഏതാണ് ശരിയായ ഉത്തരം? നമുക്കറിയാം, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ മറ്റൊരു പേരെന്തായിരുന്നു? അല്ലെങ്കിൽ അത് വളരെ ഫേമസ് ആവുന്നത് എന്തിനായിരുന്നു? നഗര ആസൂത്രണവും അതുപോലെ തന്നെ അതിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം. ഇൻഡസ് വാലി സിവിലൈസേഷനുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ പറയുന്നതാണ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. അതും എന്താണ്? വെൽ കണക്റ്റഡ് ആയിട്ടുള്ള റോഡ്സ്, അതേപോലെ പബ്ലിക് ബിൽഡിംഗ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പബ്ലിക് ബിൽഡിംഗ് ഒരു ഓഫേഴ്സ്, ഇതൊക്കെ ബേസിക്കലി എന്തിന്റെ ആയിരുന്നു? ഈ ഒരു സംസ്കാരത്തിന്റെ കീഴിൽ വരുന്നതായിരുന്നു. പ്രോപ്പർ ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം, വളരെ കൊളാബറേറ്റഡ് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫെസിലിറ്റീസ്, വാട്ടർ സപ്ലൈ സിസ്റ്റംസ്, ഇതിലെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു ഈ ഒരു സംസ്കാരം. ആർക്കിടെക്ചർ മേഖലയിൽ പോകുകയാണെങ്കിൽ തന്നെ നമ്മളെ ഗ്രേറ്റ് ബാത്ത് അറ്റ് മോഹൻജദാരോ അത് വളരെയധികം എന്താണ്? ഫേമസ് ആയിട്ടുള്ള ഒന്ന് തന്നെ ആയിരുന്നു. സോ ഇവിടെ ശരിയായ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്, നഗര ആസൂത്രണവും ഡ്രെയിനേജ് സിസ്റ്റവും. അടുത്തത്, സിന്ധു നദീതട സംസ്കാരത്തിലെ ജനങ്ങൾ ഉപയോഗിച്ച ലിപി ഏതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ക്യൂണിഫോം, ഹൈറോഗ്ലിഫിക്സ്, പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ്, ബ്രഹ്മി സ്ക്രിപ്റ്റ്. ഏതാണ് നമ്മുടെ സിന്ധു നദീതട സംസ്കാരത്തിലെ ജനങ്ങൾ ഉപയോഗിച്ച ലിപി? ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആണ്
വരുന്നത് അല്ലെ. അപ്പൊ ഓരോ സ്ക്രിപ്റ്റുകളും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെ നമ്മൾ എന്തായിട്ടും വിളിക്കാറുണ്ട്? പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റിനെ ഹാരപ്പൻ സ്ക്രിപ്റ്റ് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇൻഡസ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അതൊരു പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആണ് വരുന്നത്. നമ്മൾ അവിടെ സിംബൽസ്, ബേർഡ്സ്, ഫിഷ്, അതുപോലെ തന്നെ ഹ്യൂമൻസിന്റെ ഒക്കെ സിംബോളിക് റെപ്രസെന്റേഷൻസ് ആണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് എഴുതുന്നത്. പിന്നെ എങ്ങനെയാണ്? പിന്നെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് നമ്മൾ അടുത്ത ലൈനിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പല ഈ നമ്മൾ ആ കാലത്തുള്ള സീൽസ്, പോട്രി, ജുവലറി ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലിപി അന്നേ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഉപകരണങ്ങൾക്കും ആയുധങ്ങൾക്കുമായി ഏത് വസ്തുക്കളുടെ ഉപയോഗമാണ് വെങ്കലയുഗത്തിന്റെ സവിശേഷത? ചെമ്പ്, വെങ്കലം, ഇരുമ്പ്, സ്വർണം. നമുക്കറിയാം ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത് 3300 മുതൽ 1200 BC വരെയാണ് അതിന്റെ ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ബ്രോൺസ് ടൂളിന്റെ തന്നെ ഏറ്റവും വലിയൊരു പീക്ക്ഡ് സിറ്റുവേഷനിലായിരുന്നു ഈ ഒരു ഇറ അല്ലെങ്കിൽ ഈ ഒരു ഏജ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പൊ ഉപകരണങ്ങൾക്കും ആയുധങ്ങൾക്കുമായി ഏത് വസ്തുക്കളുടെ ഉപയോഗമാണ് വെങ്കലയുഗത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്? ഏതാണ്? യെസ്, വെങ്കലം തന്നെയാണ് അല്ലെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മെസപ്പൊട്ടേമിയൻ നാഗരികതയുമായി ബന്ധപ്പെട്ട നദി ഏത്? നൈൽ, സിന്ധു, ടൈഗ്രസും യൂഫ്രട്ടസും യാങ്സി. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനുമായി റിലേറ്റ് ചെയ്യുന്ന എന്താണ് നമ്മളോട് ചോദിച്ച നാഗരികവുമായി ബന്ധപ്പെടുന്ന നദി ഏതാണെന്നാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് അല്ലെ. അതായത് ടൈഗ്രസും യൂഫ്രട്ടസുമാണ് വരുന്നത്. ഇനി ഇവിടെ നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ നൈൽ നദി എന്ന് പറയുന്നത് അത് ഏതുമായിട്ട് ബന്ധപ്പെടുന്നതായിരുന്നു? ഈജിപ്റ്റ് അല്ലെ, ഈജിപ്ത്യൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെടുന്നതായിരുന്നു. ഇൻഡസ് ആണെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരമാണ്. യാങ്സെ ആണെങ്കിൽ അത് ചൈനയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റിവർ ആണ് അല്ലെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു പ്രധാന പുരാവസ്തു കണ്ടെത്തലായ ഗ്രേറ്റ് ബാത്ത് ഏത് വെങ്കലയുഗ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗ്രേറ്റ് ബാത്ത് ഏത് വെങ്കലയുഗ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. മോഹൻജദാരോ, ഹാരപ്പ, ലോത്തൽ, കാളിബംഗാൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. മോഹൻജദാരോ ആണ് വരുന്നത് അല്ലെ. മോഹൻജദാരോ പറയുന്നത് ലർഖാന ഡിസ്ട്രിക്റ്റിലാണ് മോഹൻജദാരോ എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ ഗ്രേറ്റ് ബാത്ത് എപ്പോഴും നമ്മൾ പല ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്ത് കഴിഞ്ഞാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. റിച്വൽ ബാത്തിങ് ഒക്കെ നടക്കുന്ന ഏരിയ ആണ് ഈ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത് അല്ലെ. ഏർലിയസ്റ്റ് ആയിട്ടുള്ള പബ്ലിക് വാട്ടർ ടാങ്ക് എന്ന് പറയുന്നതും നമ്മൾ ബേസിക്കലി ഇതിനെ തന്നെയാണ് പരാമർശിക്കാറുള്ളത്. ബേൺഡ് ബ്രിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ബിൽറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അന്നത്തെ കാലത്തെ എഞ്ചിനീയറിംഗ് വർക്ക്സിന്റെ ഏറ്റവും പ്രശസ്തീയമായിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു ഈ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് ഏകദേശം 12 മീറ്റർ ലോങ്ങും അതുപോലെ തന്നെ 7 മീറ്റർ വൈഡും അതുപോലെ തന്നെ 3 മീറ്റർ ഡെപ്തുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇത്രയുമായിരുന്നു നമ്മളുടെ എന്തിന്റെ സവിശേഷത? ഗ്രേറ്റ് ബാത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചൈനയിലെ വെങ്കലയുഗ സംസ്കാരം ഇനി പറയുന്ന ഏത് രാജവംശത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്? ഷാങ് രാജവംശം, ഷൗ രാജവംശം, ക്വിൻ രാജവംശം, ഹാൻ രാജവംശം. ചൈനയിലെ വെങ്കല യുഗ സംസ്കാരം ഇനി പറയുന്ന ഏത് രാജവംശത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പൊ ബിയോണ്ട് ഡൗട്ട് നമുക്ക് പറയാം അല്ലെ. ഓപ്ഷൻ എ ആണ് ഷാങ് ഡൈനാസ്റ്റി എന്ന് നമ്മൾ പറയും. ഇവിടെ എന്താ വരണേ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൈന ബ്രോൺസ് ഏജ് സംസ്കാരത്തിലേക്ക് പ്രവേശിച്ച ഒരു ടൈം പീരീഡ് ആയിരുന്നു ഈ ഒരു രാജവംശത്തിന് കീഴിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നത്. ഷാങ് ഡൈനാസ്റ്റി ബേസിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഇറയിൽ എന്ത് നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ വെങ്കലത്തെ ഉപയോഗിച്ച് എങ്ങനെ റാപ്പിഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു ഈ ഒരു പീരീഡിൽ ചർച്ച ചെയ്തത്. 1600 മുതൽ 1046 BC വരെ ആയിരുന്നു ഇതിന്റെ ടൈം എന്ന് പറയുന്നത്. 1600 മുതൽ 1046 BC വരെ ആയിരുന്നു ഇതിന്റെ സമയം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ
ഈജിപ്ഷ്യൻ നാഗരികത ഏത് നദിക്കരയിലാണ് വളർന്നത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ, മുമ്പ് ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ നമ്മൾ അത് ചർച്ച ചെയ്തു. ടൈഗ്രസ്, യൂഫ്രട്ടസ്, നൈൽ, ആമസോൺ. ഏതാണ് ശരിയായ ഉത്തരം വരിക? യെസ്, ബിയോണ്ട് ഡൗട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. യെസ്, ഏതാണ് ഉത്തരം? നൈലാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത് അല്ലെ. ടൈഗ്രസ്, യൂഫ്രട്ടസ് ഏതിന്റെ കീഴിലാണ്? അത് വരുന്ന മെസോപ്പൊട്ടാമിയയുടെ കീഴിലാണ്. ആമസോൺ എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയിലുള്ളതാണ്, ഒരു റിവർ ആണ് അല്ലെ, അതുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് വരുന്നത്. അടുത്ത ചോദ്യം, മെസപ്പൊട്ടാമിയക്കാർ നിർമ്മിച്ച വലിയ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് എന്തായിട്ടാണ്? പിരമിഡുകൾ, സ്തൂപങ്ങൾ, സിഗുറാറ്റ്സ്, മസ്തബാസ്. മെസപ്പൊട്ടാമിയക്കാർ നിർമ്മിച്ച വലിയ ക്ഷേത്രങ്ങള് എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? സിഗുറാറ്റ്സ് എന്ന് നമ്മൾ ബേസിക്കലി പറയൂ അല്ലെ. സിഗുറാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയ ഒരു പിരമിഡിക്കൽ ടവർ പോലെയാണ് എന്ത് വരുന്നത്? സിഗുറാറ്റ്സ് വരുന്നത്. സുമേറിയൻ സിറ്റിയിലാണ് അത് ബേസിക്കലി എന്ത് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബാബിലോണിയൻ, അതുപോലെ അസീറിയൻ സിറ്റീസിലൊക്കെയാണ് ബേസിക്കലി നമുക്ക് ഈ സിഗുറാറ്റ്സിനെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ബേസിക്കലി എന്താ വെച്ചാൽ ഈ സിഗരറ്റുകൾക്ക് ബേസിക്കലി എന്താ, സിഗറാറ്റ്സിന് ബേസിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പേർപ്പസുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. എല്ലാവർക്കും വ്യക്തമായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.